പേപ്പർ ട്രേഡിംഗ്. എന്താണ് പേപ്പർ ട്രേഡിംഗ്? ഈ വീഡിയോയിൽ കൂടെ എന്താണ് പേപ്പർ ട്രേഡിങ്, എങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യണം, ഇതൊക്കെയായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജീസ്, ചാർട്ട്സ്, പാറ്റേൺസ് ഇതൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയും ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പേപ്പർ ട്രേഡിംഗ് യൂസ് ചെയ്യുന്നത്. പലതരം മാർക്കറ്റിൽ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, അങ്ങനെ പല മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ എന്നുള്ളതാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ആദ്യം നിങ്ങൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യണം. റോക്കോൾ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ വരും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈഡിൽ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പ്രൊഫൈലേക്ക് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ജിമെയിൽ വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ കാണിക്കാം. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പ്രൊഫൈൽ ഐക്കൺ വന്നു. അതിൻ്റെ അടുത്ത് അപ്ഗ്രേഡ് നൗ എന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണമെന്നില്ല അതിന്. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റോക്ക് മാർക്കറ്റ്, നമുക്ക് പലതരം മാർക്കറ്റുകളുണ്ട്. ഞാനിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഈ സമയം പോസ്റ്റാണ്. നമുക്കിപ്പോൾ ക്രിപ്റ്റോ പോവാം. ക്രിപ്റ്റോയിൽ ബിറ്റ് കോയിൻ എടുക്കാം. ബിറ്റ് കോയിനിൽ എങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഇവിടെ ട്രേഡിംഗ് പാനൽ എന്ന് പറഞ്ഞ സാധനം വരലാണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബൈയിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബ്രോക്കർ സെലക്ട് ചെയ്യാൻ പറയും. ആ ബ്രോക്കർ സെലക്ട് ചെയ്യുന്നത് അവിടെ ഫസ്റ്റ് കിടക്കുന്ന പേപ്പർ ട്രേഡിംഗ് ആണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെയാണ്. നമ്മളൊരു നെയിം കൊടുക്കുക. നെയിം കൊടുക്കുന്നു, ബാലൻസ് കൊടുക്കുന്നു, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ട്രേഡ് എടുക്കണമെങ്കിൽ ഫുൾ സ്ക്രീൻ വരാനായിട്ട് ഷിഫ്റ്റ് F അടിക്കുക. ഫുൾ സ്ക്രീനായി. ഇപ്പോൾ ഞാൻ ഇവിടെ താഴോട്ട് മാർക്കറ്റ് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെല്ല് ചെയ്യാൻ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ലിമിറ്റുണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് എടുക്കുന്നത് അവിടെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു പ്രൈസ്, നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1000 രൂപയാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഞാൻ പോകത്തില്ല, അവിടെ വരത്തില്ല, 1000 വരെ പോകത്തില്ല, ഇത്രയൊക്കെ ആവും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇടുവാണെങ്കിൽ, സെല്ല് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൈസ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് സെല്ലിലോട്ട് പോകത്തുള്ളൂ. അതിന് പകരം മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപയാണ് നിൽക്കുന്നത് ആ പ്രൈസിലായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ സെല്ല് കൊടുക്കുക, അല്ലെങ്കിൽ ബൈ കൊടുക്കുക, നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ഇപ്പോൾ ഞാൻ സെല്ല് ഓർഡറാണ് കൊടുത്തത്. ഓക്കെ, ഇത്ര കാര്യമുള്ള ട്രേഡ് എടുക്കുന്നതിൽ. പിന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനും നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രാറ്റജീസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ പേപ്പർ ട്രേഡിംഗ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്ക് സിമ്പിളാണ് പേപ്പർ ട്രേഡിംഗ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.